ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ജയൻ്റ് അക്വേറിയം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ നോർമൽ അക്വേറിയം ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അക്വേറിയത്തിന് വേണ്ടിയുള്ള ഗ്ലാസ് എങ്ങനെ കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഓർഡർ ഓഫ് ഫിക്സിങ് ഗ്ലാസസ്, അങ്ങനെ ഗ്ലൂ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നോർമൽ അക്വേറിയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ആയിരിക്കും ഒരു ജയൻ്റ് അക്വേറിയം ഹോൾഡ് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ അക്വേറിയത്തിനായി നല്ല കട്ടിയുള്ള ഗ്ലാസുകൾ തന്നെ തിരഞ്ഞെടുക്കുക. നോർമൽ അക്വേറിയത്തിൽ നിന്ന് വ്യത്യസ്തമായി അക്വേറിയം ബ്രേസിംഗ് നമ്മൾ നിർബന്ധമായി ചെയ്തിരിക്കണം. ഇത് ഗ്ലാസുകളുടെ ഇടയിലെ ബോണ്ടിങ് വളരെയധികം ഇൻക്രീസ് ചെയ്ത് ഹ്യൂജ് എമൗണ്ട് ഓഫ് വാട്ടർ ഹോൾഡ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നമുക്ക് അക്വേറിയം ബ്രേസിംഗ് എന്താണെന്ന് നോക്കാം. നീളത്തിലും വീതിയിലുമുള്ള ഗ്ലാസ് പീസുകൾ സൈഡ് ഗ്ലാസുകളെയും ബോട്ടം ഗ്ലാസിനെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഫിക്സ് ചെയ്യുന്നതിനാണ് അക്വേറിയം ബ്രേസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അക്വേറിയം ഉണ്ടാക്കാൻ പോകാം. ഒരു 5 ഫീറ്റ് ടാങ്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ആദ്യം ബോട്ടം ഗ്ലാസ്സിൽ ബ്രേസിംഗ് ചെയ്യുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിൻ്റെ തിക്നെസ് ബോട്ടം ഗ്ലാസിൻ്റെ സൈഡുകളിൽ മാർക്ക് ചെയ്തതിന് ശേഷം സിലിക്കോൺ അപ്ലൈ ചെയ്ത് ബ്രേസിങ്ങിന് വേണ്ടിയുള്ള ഗ്ലാസുകൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫിക്സ് ചെയ്യുക. സൈഡ് ഗ്ലാസുകൾ വയ്ക്കാനുള്ള തിക്നെസ് ബ്രേസിംഗ് ഗ്ലാസ്സിൽ നിന്ന് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നീട് ബ്രേസിംഗ് ഗ്ലാസിൻ്റെ സൈഡിൽ സിലിക്കോൺ അപ്ലൈ ചെയ്ത് സ്മൂത്തൻ ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം പൂർണ്ണമായി ഉണങ്ങാൻ വിടുക. രണ്ടാമത്തെ ദിവസം നമ്മൾ സൈഡ് പാനലുകൾ ഫിക്സ് ചെയ്യുകയാണ്. അതിനായി ബാക്ക് സൈഡ് പാനലിൻ്റെ സ്ഥലത്ത് സിലിക്കോൺ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പതുക്കെ ബാക്ക് പാനൽ സെറ്റ് ചെയ്യുക. നോർമൽ അക്വേറിയം ചെയ്യുന്നതിൽ നിന്ന് വിപരീതമായി റൈറ്റ് ലെഫ്റ്റ് പാനലുകളിൽ സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ബാക്ക് ഗ്ലാസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. റൈറ്റ് ലെഫ്റ്റ് പാനലുകൾ ഫിക്സ് ചെയ്തതിന് ശേഷം എക്സസ് സിലിക്കോൺ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഫ്രണ്ട് സൈഡിൽ സിലിക്കോൺ അപ്ലൈ ചെയ്ത് ഫ്രണ്ട് സൈഡ് പാനൽ വയ്ക്കുക. എക്സസ് സിലിക്കോൺ സ്മൂത്തൻ ചെയ്തതിന് ശേഷം ചരട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ദിവസം മുഴുവനായും റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. മൂന്നാമത്തെ ദിവസം ടോപ്പ് ബ്രേസിംഗ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ സിലിക്കോൺ അപ്ലൈ ചെയ്ത് ബ്രേസിംഗ് ഗ്ലാസുകൾ ഫിക്സ് ചെയ്യുക. ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കുന്ന ഗ്ലാസ് പീസ് ഒരു ദിവസത്തിന് ശേഷം ഫിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മുടെ 5 ഫീറ്റ് അക്വേറിയം ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അക്വേറിയത്തിൻ്റെ ഇൻസൈഡ് പോർഷനിൽ ഒന്നുകൂടി സിലിക്കോൺ അപ്ലൈ ചെയ്ത് സ്മൂത്തൻ ചെയ്താൽ അക്വേറിയം ഒന്നുകൂടി സ്ട്രോങ് ആവുകയും ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്.